ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പവർ റാങ്കിങ് നടത്തിയാലോ? നമ്മൾ എല്ലാ റൗണ്ട് കഴിയുമ്പോൾ പവർ റാങ്ക് എടുക്കാറുണ്ട്. ഇപ്പോ IPL എല്ലാ ടീമുകളും 7 റൗണ്ട് മത്സരം കളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പവർ റാങ്കിങ് ആഫ്റ്റർ റൗണ്ട് 7 നോക്കാം. പവർ റാങ്ക് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ കിരീട സാധ്യത പവർ റാങ്കിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പോയിന്റ് ടേബിൾ പോലെ ആയിരിക്കില്ല പവർ റാങ്കിങ്. അപ്പൊ അത് നമുക്ക് പോയിന്റ് ടേബിൾ നോക്കാം. പോയിന്റ് ടേബിൾ ഇപ്പൊ 10ാം സ്ഥാനത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 7 കളിയിൽ 1 വിജയം 5 പരാജയമായി 3 പോയിന്റുമായി കൊൽക്കത്ത 10ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് ലക്നൗ 7 കളി 2 വിജയം 5 പരാജയം 4 പോയിന്റ്. 8ാം സ്ഥാനത്ത് മുംബൈ 7 കളി 2 വിജയം 5 പരാജയം 4 പോയിന്റ്. 8ാം സ്ഥാനത്തും 7ാം സ്ഥാനത്ത് GT അവർ 7 കളിയിൽ 3 വിജയം 4 പരാജയമായ 6 പോയിന്റ്. 7ാം സ്ഥാനത്തും DC ആവട്ടെ അങ്ങനെ 7 കളിയിൽ 3 വിജയം 4 പരാജയമായ 6 പോയിന്റ്. 6ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ CSK 7 മത്സരത്തിൽ 3 വിജയം 4 പരാജയം അവർക്കും 6 പോയിന്റാണ് 5ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്ത് രാജസ്ഥാൻ 8 കളിയിൽ 5 വിജയം 3 പരാജയം 10 പോയിന്റ്. 4ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ SRH 8 കളിയിൽ 5 വിജയവും 3 പരാജയവും 10 പോയിന്റുമായി അവർ 3ാം സ്ഥാനത്ത്. RCB 7 കളിയിൽ 5 വിജയം 2 പരാജയം 10 പോയിന്റ് 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ PBKs 7 കളിയിൽ 6 വിജയം ഒരു കളി മഴ പെയ്ത് പോയിന്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ 13 പോയിന്റോടെ അവർ 1ാം സ്ഥാനത്ത് അൺബീറ്റൻ ആയിട്ടാണ് PBKs ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പവർ റാങ്കിങ് നടത്താം. പവർ റാങ്കിങ് വരാൻ കൂടുതൽ കിരീട സാധ്യതയാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത വിവരണങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പൊ പവർ റാങ്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന ടീം ആരാണെന്നറിയോ? ലക്നൗ സൂപ്പർ ജയൻസ് ആണ് 10ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത്. അവർക്കാണ് മത്സരമുണ്ട്. KKRനെതിരെയാണ് അവരുടെ മത്സരം. എന്തുകൊണ്ട് ലക്നൌവിന് 10ാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൗ ഇപ്പോ ഈ സീസണിൽ അവർക്ക് ഒന്നും ക്ലിക്കാവാത്ത കാഴ്ചയാണ്. അവരുടെ ബാറ്റിങ്ങിന് ആരും ഫോമിലില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ കഴിഞ്ഞ കളി നിശ്ചയമാശം അടിച്ചു എന്ന് പറഞ്ഞാല് പക്ഷെ മറ്റാരും കളിച്ചിട്ടില്ല. 50 കളി ഒരു കളി 35 വരെ കളിച്ച അങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ഏതെങ്കിലും ഒരു കളി ആരും കൂടി കളിച്ചാലാവും. പിന്നെ ബൗളിങ്ങിന്റെ കാര്യം പറയണ്ടല്ലോ. എല്ലാവരും അനായാസ റൺസ് വിട്ട് കൊടുക്കുന്നു. മോസിം ഖാനും പ്രിൻസാദും ഒക്കെ മാത്രമാണ് ഒരു അല്പമെങ്കിലും ബാറ്റ് ഉണ്ടാക്കുന്നത്. ബാക്കി ആർക്കും പറ്റുന്നില്ല. അപ്പൊ ലക്നൌവിന് ഇപ്രാവശ്യം കിരീട സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയണം. 9ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. KKR ശരിയാണ് ഒരു മത്സരം ജയിച്ചിട്ടുള്ളൂ. പക്ഷെ അവർക്ക് 9ാം സ്ഥാനം കൊടുക്കാൻ ചാൻസ് അവർക്ക് സ്ലൈറ്റ് ടോപ്പ് മാത്രമേ KKR പക്ഷെ അവർക്ക് മധുഷ 16 തിരിച്ചിട്ടുണ്ട്. അവർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആത്മവിശ്വാസത്തിലുണ്ട്. പിന്നെ അവർക്ക് ക്യാമറോൺ ഗ്രേലും അതുപോലെ വരുൺ ചക്രവർത്തി ഫോമിലേക്ക് എത്തിയിട്ടുണ്ടെന്ന കാര്യം മറക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് 9ാം സ്ഥാനം കൊടുക്കുന്നത്. 8ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്ന ടീം ആരെന്നറിയോ? ഗുജറാത്ത് ടൈറ്റൻസ്. GTക്ക് എന്തുകൊണ്ട് 8ാം സ്ഥാനം? GT കഴിഞ്ഞ കളി പരാജയപ്പെടുന്ന കളി കണ്ടില്ലേ? ഇന്നും അവർക്ക് കളിയുണ്ട് CSKയുടെ കൂടെ. അവർക്ക് ബിഗ് പ്രഷറാണ് ഇന്നത്തെ മാച്ച് കൂടി പരാജയപ്പെട്ടാൽ അവർക്ക് വലിയ പ്രഷറായി മാറും. അവർക്ക് ബാറ്റിംഗ് ഒക്കെ പ്രശ്നമാണ്. ഇപ്പൊ ബട്ട്ലറും ഇതിന്റെ മാത്രം ഫോമിൽ സുദർശൻ ഇപ്പൊ ടച്ചിലില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആയിരിക്കട്ടെ. ബോളിംഗിന്റെ കാര്യത്തിൽ രാഷിക്കാൻ ഓഫ്കളറാണ്. പ്രസിദ്ധ കൃഷിയുടെ കാര്യം പറയേ വേണ്ട. എല്ലാ കളിയും നിങ്ങൾ 55 റൺ കൂടുതൽ വിക്കറ്റ് എടുക്കുന്നതാണ് കാര്യം. പിന്നെ സിറാജ് മാത്രമാണ് കൃത്യമായി ലൈനോട് കൂടി പന്തറിയുന്നത്. ബാക്കി ആരും GTക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. 7ാം സ്ഥാനം നമ്മളിപ്പോ നിലവിൽ കൊടുക്കുന്ന ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈക്ക് എന്തുകൊണ്ട് 7ാം സ്ഥാനം? മുംബൈക്ക് ഇനിയിപ്പോ ഹോപ്പ് ഉണ്ടോ വെച്ചാൽ ഇനിയുള്ള 7 മത്സരത്തിൽ 6 മത്സരം ജയിക്കണം. അതൊക്കെ ഈ അവസരത്തിൽ പറ്റുന്ന നിമിഷങ്ങളാണ്. കാരണം അവരുടെ പ്ലേയേഴ്സ് ഒക്കെ ഇതിന്റെ കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ഒന്നാമത് കൺഫ്യൂഷൻ ഈ ഓവർസീസ് പ്ലേയേഴ്സ് കൺഫ്യൂസ്. ആര് ഇറക്കും? 8 പ്ലെയറിൽ 8 ലോകോത്തര മികച്ച താരങ്ങളാണ്. അപ്പൊ ട്രെൻഡ് ബോൾഡറെ പോലെ ഇപ്പൊ കളിപ്പിക്കാൻ പറ്റുന്നില്ല. അറിയാണ്ട് ടിക്കറ്റ് കളിപ്പിക്കുന്നില്ല. ഇപ്പൊ വിൽജാക്സ് വന്നാൽ ഒരു പക്ഷേ റെക്കോർഡ് പുറത്തിരിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് ടീമാണ്. പിന്നെ ക്യാപ്റ്റന്റെ കാര്യം പറയാ വേണ്ടല്ലോ. ഓറിയിട്ട് നടക്കൽ മാത്രമാണ് ഇപ്പൊ ക്യാപ്റ്റൻ. വേറൊന്നും ക്യാപ്റ്റൻ കൊണ്ട് പറ്റുന്നില്ല. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പരാജയം. 2 ഓവറിൽ 38-40 റൺ കൂടുതൽ ബാറ്റിംഗിൽ അദ്ദേഹം അനായാസം വന്നിട്ട് ആദ്യത്തെ പത്ര ഔട്ടായി പോകുന്നു. എന്താണ് ചെയ്യുന്നത് ഇയാള്? പിന്നെ ഹിറ്റ്മാൻ ഇപ്പൊ ഇന്നലെ കളിപ്പിച്ചില്ല. ഇപ്പൊ ഇന്നിപ്പോ അടുത്ത കളി മത്സരം കളിപ്പിച്ചാണ് വിചാരിക്കുന്നത്. ഇപ്പൊ സൂര്യമാർഗ ഫോമിലല്ല. തിലക് പറഞ്ഞൊക്കെ അദ്ദേഹം ചെറിയ ടെസ്റ്റ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിനുള്ള ഫോമിലേക്ക് വരുന്നില്ല. ഡി കോക്ക് ഫോം ഔട്ടാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. മുംബൈക്ക് 7ാം കൊടുക്കുമ്പോൾ 6ാം സ്ഥാനത്താണ് നമ്മളിപ്പോ നിലവിൽ CSK കൊടുക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് 7 കളിയിൽ 3 വിജയവും 4 പരാജയമാണ്. ഇന്നവർക്ക് GTക്കെതിരെയാണ് കളി. CSKക്ക് ഇപ്പൊ പ്രശ്നം ഓപ്പണിംഗ് പേരിൽ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സഞ്ജു കഴിഞ്ഞ കളി അടിച്ചു. പക്ഷെ 15 കളി ഫോം ഔട്ടായി. ഇപ്പൊ ഇൻകൺസിസ്റ്റന്റ് സഞ്ജു. പിന്നെ ശിവൻ ദുബൈ ഫോമിലല്ല. ഡബിൾ ഡബ്ല്യൂസി ഫോമിലല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബൗളിംഗിൽ അത്തിരുത്തേയും 2 ഭദ്രായുധങ്ങൾ CSKക്ക് വേണ്ടി വിജയം അനായാസം കൊടുക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. അപ്പൊ CSKക്ക് നമ്മൾ 6ാം സ്ഥാനം കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ.
5-ാം സ്ഥാനത്താണ് നമ്മളിപ്പോ ഡൽഹി ക്യാപിറ്റൽസിനെ കൊടുക്കുന്നത്. അല്ല, ഇന്നലെ അവര് 224 റൺസ് ഒക്കെ എടുക്കുന്ന ഇതിൽ എന്നിട്ടും അവർ പരാജയപ്പെട്ടു. അവരുടെ ബോളിംഗിന് അല്പം വീക്ക്നെസ് ഉണ്ട്, അവരുടെ ബോളിംഗ് അല്പം വീക്കാണെന്ന് സംശയങ്ങളില്ലാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാറ്റിംഗിൽ KL രാഹുലും നിതീഷ് റാണയൊക്കെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഒക്കെ ഫോമിലേക്ക് എത്തിയ അനായാസമായിട്ട് അവർ കാണിച്ചു വരുന്ന സംശയങ്ങളില്ല. ബോളിംഗിന്റെ കാര്യത്തിൽ അല്പം സംശയങ്ങളുണ്ട്. ഒരു പക്ഷെ അടുത്ത 2 മത്സരം കൂടി കഴിഞ്ഞാൽ മിക്സിസ് തരപ്പൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. നമ്മൾ 4-ാം സ്ഥാനത്ത് കൊടുക്കുന്ന ടീം ആരാണെന്ന് അറിയോ? രാജസ്ഥാൻ റോയൽസ് ആണുള്ള 4-ാം സ്ഥാനത്താണുള്ളത്. രാജസ്ഥാൻ ഇന്നലെ SRH കൂട്ടി. അവർക്ക് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജോഫ്രെ ആർച്ചറും വൈഭവ് സൂര്യവംശിയാണ് മറ്റൊരു ഫോമിലല്ല. കേസുവാള് ഫോം ഔട്ടാണ്, പരാഗ് ഫോം ഔട്ടാണ്, ജുറല് ഇന്നലെ 50 അടിച്ചു, പക്ഷെ ഇൻകൺസിസ്റ്റന്റ് ആണ്. ആർച്ചർ മാത്രമല്ല ബൗളിങ്ങിന്റെ കാര്യത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ. ഇന്നലെയും അവർ 220 റൺസ് എടുത്ത് 2 ഓവർ ബാക്കി എനിക്ക് പരാജയപ്പെടുന്ന കാഴ്ച കണ്ടില്ലേ? 18.4 ഓവറിനാണ് കളി SRH പോയത്. അതാണ് ഞാൻ പറയുന്നത്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. പക്ഷെ അവർക്ക് സാധ്യത ഉണ്ടെങ്കിൽ നല്ല സാധ്യതയുണ്ട്. 3-ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന ടീം ആരാണെന്ന് അറിയോ? ഇത് പലർക്കും പ്രശ്നവും. 3-ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ് നമ്മൾ 3-ാം സ്ഥാനത്ത് കൊടുക്കുന്നത്. RCB 7 കളിയിൽ 5 വിജയവും 2 പരാജയവും 10 പോയിന്റ് 2-ാം സ്ഥാനത്ത് പോയിന്റ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 3-ാം സ്ഥാനത്താണ്. RCB ഇത്തവണ എല്ലാവരും ക്ലിക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. വിരാട് കോഹ്ലി മികച്ച ഫോമിലാണ്, DDP പറയേണ്ടത്, പട്ടിടാർ മികച്ച ഫോമിലാണ്. അവർക്ക് അല്പം ഒരു പ്രശ്നം റൊമാരോ ഷെപ്പേർഡിന്റെ ഫോം ഔട്ടിൽ പ്രശ്നങ്ങളുടെ ബൗളിങ്ങിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കൺസേൺസ് ഒക്കെ വരുന്നുണ്ട്, സംശയങ്ങളുണ്ട്. അപ്പോ അവർക്ക് ബോളിംഗ് കൺസേൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും RCB കിരീടത്തിലേക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അവർക്ക് കൂടുതൽ കിരീട സാധ്യതയുണ്ട്. 2-ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്ന ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. അവർക്ക് പാറ്റ് കമ്മിൻസ് വന്നതോടുകൂടി അവർ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ തുടങ്ങി. കമ്മിൻസിന്റെ ബോളിംഗ് ഒക്കെ എടുത്ത് പറയണം. കമ്മിൻസ് ഷാൻ മല്ലിംഗ് കൂടി എതിരാളികളെ മുട്ടിമുട്ടിക്കുന്നത്. പിന്നെ ഷക്കീബ് ഹുസൈൻ പ്രഫുലിഞ്ചൊക്കെ മികച്ച ഡൊമസ്റ്റിക് ബോളറാണ്. ബാറ്റിംഗിന്റെ കാര്യത്തിലേക്ക് ഹെൻറി ക്ലാസൻ മികച്ച ഫോമിലാണ്. അഭിഷേക് ശർമ്മ മികച്ച ഫോമിലാണ്. ഇഷാൻ കിഷനൊക്കെ മികച്ച ഫോമിലാണ്. അപ്പോൾ SRH തന്നെ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. 2-ാം സ്ഥാനം അവർക്ക് കൊടുക്കുന്നത്. 1-ാം സ്ഥാനത്ത് PBKS. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാ ടീമിനും പണി കൊടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പഞ്ചാബ് കിങ്സ്. അയ്യരുടെ കീഴിൽ അവരെല്ലാ മത്സരത്തിലും വിജയിക്കുന്നു. ഒരു മത്സരം ശരിയാണ്, മഴ പെയ്തിട്ട് ഒരു പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കളിച്ച കളിക്ക് അവർ വിജയിച്ചു. അവർ ഇത്തവണ കരുത്തുറ്റ ടീമാണ്. നമ്മൾ ആദ്യമേ പറയുന്നതാണ്, കരുത്തുറ്റ ടീമായിട്ടാണ് PBKS വരുന്നത്. അവരുടെ ബാറ്റിംഗും ബൗളിംഗും ഒക്കെ മികച്ച ഫോമിലാണ്. ബൗളിംഗ് ഇപ്പൊ ഇന്നലെ 260 ഒക്കെ കൊടുത്തത് ശരിയാണ്, പക്ഷെ അവർ അനായാസം ചേസ് ചെയ്ത കാഴ്ച കണ്ടില്ലേ? മികച്ച രീതിയിൽ തന്നെ അവര് കളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ കൂടുതൽ കിരീട സാധ്യത നമ്മുടെ അഭിപ്രായത്തിൽ PBKS-നാണ്. നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞാൽ 10-ാം സ്ഥാനത്ത് നമ്മള് LSനെ കൊടുക്കും. 9-ാമത് KKR, 8-ാമത് GT വരുമ്പോൾ 7-ാമത് MI, 6-ാമത് CSK, 5-ാമത് ഡൽഹി, 4-ാമത് രാജസ്ഥാൻ, 3-ാമത് ബാംഗ്ലൂരു, 2-ാമത് ഹൈദരാബാദ്, 1-ാമത് പഞ്ചാബ് കിങ്സ്. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസിന് നമ്മൾ വീണ്ടും എത്താം.